ദൈവം നേരിട്ട് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് ദർശനങ്ങൾ ഉണ്ടാകാറുള്ളത്. ഞാൻ വേദപുസ്തകം മുഴുവൻ വായിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം നേരിട്ട് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ്, ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആളുകൾക്ക് വിഷനുകൾ ഉണ്ടായി, ആത്മാനുഭവങ്ങൾ ഉണ്ടായി. നിനക്ക് വിഷനുകൾ ഉണ്ടാകുമ്പോ നിന്റെ പുറകിൽ ആരോ നിന്നോട് സംസാരിപ്പാൻ നിൽപ്പുണ്ട്. ചിലരെന്നോട് ചോദിച്ചു, എനിക്ക് ദർശനം ഉണ്ടായാലല്ലേ മിണ്ടാൻ പറ്റത്തുള്ളൂ. അല്ലെന്നേ, വികാരങ്ങൾ ഉണ്ടായാലും മതി. നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നിനക്ക് സങ്കടം നിറയുക, നീ ചോദിക്കണം, കർത്താവേ ഞാൻ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നേ? He will answer to you. നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ചോദിക്കണം, കർത്താവേ എനിക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തേ? That is a beginning of your fellowship. അതിനെ അവൻ നിന്നോട് പ്രതികരിക്കും. ആ പ്രതികരിക്കുന്നതിനോട് അടുത്ത മറുപടി നീ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞോണം, ആരോ ഒരാൾ മുറിയിലുണ്ട്. ഒരുപക്ഷെ ദൈവദൂതനാകാം, ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ ആളത്വമായി യേശുവിനെ പോലെ നിൽക്കുന്നുണ്ടാകാം.